10 സംഖ്യകളുടെ ശരാശരി കാണുമ്പോൾ ഒരാൾ 46 എന്നതിനു പകരം 37 എന്നെഴുതി. ക്രിയ ചെയ്തപ്പോൾ ശരാശരി 32.6 എന്ന് കിട്ടി. യഥാർത്ഥ ശരാശരി എത്ര? 10 സംഖ്യകളുടെ, അപ്പോൾ എണ്ണം 10 ആണ്, ശരാശരി 32.6. എണ്ണം 10, ശരാശരി 32.6. അപ്പോൾ ഈ 10 സംഖ്യകളുടെ തുക എങ്ങനെ കാണാം? എണ്ണം 10, ശരാശരി 32.6. തുക കാണാൻ എണ്ണം ഇൻറ്റു ശരാശരി. 10 സംഖ്യകളുടെ തുക എണ്ണം ഇൻറ്റു ശരാശരി. 10 ഇൻറ്റു 32.6. 10 ഇൻറ്റു 32.6 എന്ത് കിട്ടി? 10 സംഖ്യകളുടെ തുക കിട്ടി. പക്ഷേ ഇത് തെറ്റാണ്. കാരണം എന്താ വെച്ചാൽ ഇതിലൊരു സംഖ്യ തെറ്റി എഴുതിയിട്ടുണ്ട്. ചെയ്യുന്ന ആൾ എന്ത് ചെയ്തു? 46 എഴുതേണ്ടതിന് പകരം 37 എഴുതി. അപ്പോൾ 46 വേണ്ടത്, 37 അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വേണ്ടത് കൂട്ടുക. എത്ര? 46 കൂട്ടുക. പകരം 37 തെറ്റി എഴുതിയതാണ്, അത് കുറച്ച് കളയുക. കുറയ്ക്കണം 37. ഇതാണ് 10 സംഖ്യകളുടെ യഥാർത്ഥ തുക. ഇത് 10 സംഖ്യകളുടെ തുക, പക്ഷേ ഈ തെറ്റിയത് കൂടി നമ്മൾ ചേർത്ത് എഴുതി. അപ്പോൾ ഇതാണ് 10 സംഖ്യകളുടെ യഥാർത്ഥ തുക. ഇനി ശരാശരി കാണണോ? ഇതിനെ എണ്ണം കൊണ്ട് ഹരിക്കുക. എണ്ണം 10 തന്നെയാണ്. 10നെ 32.6 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താ ചെയ്യുക? ഒരു ദശാംശ സ്ഥാനം വലത്തോട്ട് നീങ്ങും. 10 കൊണ്ട് 32.6നെ ഗുണിക്കുമ്പോൾ ഇവിടെ ഒരു 0 ഉള്ളത്. 10 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താ ചെയ്യുക? ഈ ദശാംശം ഇങ്ങോട്ട് നീങ്ങും. അതായത് 326 എന്നാവും. 326. അതിനോട് 46 കൂട്ടുക. 6 6 12, ശിഷ്ടം 1 1 4 5 2 7 372. അതിൽ നിന്ന് 37 കുറയ്ക്കുക. അപ്പോൾ 5 7 12, 1 3 4 3 7 3 എത്ര കിട്ടി? 335/10. 10 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ ചെയ്യുക? 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു സ്ഥാനം വലത്തോട്ട് നീക്കി. 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു സ്ഥാനം വലത്തോട്ട്, 10 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു സ്ഥാനം ഇടത്തോട്ട്, 10 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു സ്ഥാനം ഇടത്തോട്ട്. അപ്പോൾ ഇതിൽ ദശാംശം ഇല്ല. ഇവിടെ നമ്മൾ കണക്കാക്കുമ്പോൾ ഒരു സ്ഥാനം ഇങ്ങോട്ട് നീക്കുമ്പോൾ ഇവിടെ വരും ദശാംശം. ഉത്തരം 33.5.